ഞാൻ വിചാരിച്ചിരുന്ന എനിക്ക് ഭയങ്കര ടെൻഷനായിരിക്കുന്നു, പക്ഷെ എന്തോ എനിക്കിന്ന് ടെൻഷനേ വരുന്നില്ല, എനിക്ക് എക്സൈറ്റ്മെന്റ് മാത്രമേ വരുന്നുള്ളൂ. ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്താ പറയുന്നതെന്ന് പറ. എനിക്കറിയില്ലെന്ന് എനിക്ക് ഈ കഥ തന്നെ പറയാം. ഇതിനകത്ത് കുഞ്ഞിനെ കുറിച്ച് അവളെ ആദ്യം അച്ഛനെ എഴുത്തിന് ഇരുത്തിയതിന്റെ ലവ് മാരേജ് ആണ്. ഞങ്ങള് സ്കൂൾ തൊട്ട് ഒന്നിച്ച് പഠിച്ച 5th സ്റ്റാൻഡേർഡ് തൊട്ട് ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാ. വേറൊന്നും അങ്ങനെ അന്നേരം ചിന്തിക്കുന്നില്ല. അപ്പൊ അബുവിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പെട്ടെന്ന് നല്ല രീതിയിലൊക്കെ കൊച്ചനെ നമുക്ക് അറിയാമല്ലോ എന്നുള്ളത് മാത്രമേ നമ്മൾ ചിന്തിച്ചുള്ളൂ അന്നേരം. കോളേജിൽ കഴിഞ്ഞിട്ടാണ് ഞങ്ങള് റിലേഷൻഷിപ്പിലാവുന്നത്. ഒരു 3 years റിലേഷൻഷിപ്പ്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കല്യാണം വരെ എത്തി. പെട്ടെന്നായി പോയി എന്നൊന്നും മനസ്സിലാവില്ല. നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കുറച്ച് കാലങ്ങളായിരുന്നല്ലോ ഇത്. My dreams come into view. A light in the dark, the brightest star. സെക്കൻഡ് മദർ എന്നുള്ള ക്ലീശ ഞാൻ പറയുന്നില്ലെന്ന്. ചക്കരയാ. I see it now with you. ആളെ കാണാൻ ശരിക്കും പറ്റിയില്ല. മുഖം മാത്രം ജസ്റ്റ് ഇങ്ങനെ ഒരു മിന്നായം പോലെ കണ്ടു. കണ്ടായിരുന്നു അബു അല്ലേ? സൂപ്പർ. ഇപ്പൊ തൽക്കാലം ഓക്കെയാണ്. ഇപ്പൊ കരയണം എന്നുള്ളൊരു ഇതിൽ നിൽക്കുക. ഞാനിങ്ങനെ അബുവിനെ കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുക. പോട്ടടാ, പക്ഷെ എന്ന് കാണാൻ വരാം. എന്ന് വരുമോ? I request everyone to kindly be seated. What is Neha's cheat meal? Chicken wings. Who's the funny one? തമാശയൊക്കെ ആരാണ് പറയുന്നത്? ശരി, റിലാക്സ്ഡ് ആയിട്ട് ആദ്യമായിട്ടാണ് ഞങ്ങൾ അവനെ കാണുന്നത്. മസിൽ പിടിച്ച് എയർ പിടിച്ച് നിൽക്കുന്നത് മാത്രമേ ഞങ്ങൾ ഇത്രയും വർഷമായിട്ട് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലതായിട്ട് അറിയാലോ. അപ്പൊ അവളെ എങ്ങനെ എത്തിക്കൊണ്ട് പോകണമെന്നുള്ളത് നന്നായിട്ട് അബുവിന് അറിയാം. ഞാനായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. കല്യാണം ആളെ ഇത്രയൊക്കെ മാറ്റിമറിക്കുമെന്ന് കേട്ടിട്ടേ ഉള്ളൂ. അതിന്ന് നേരിട്ട് കാണും. हजारों चांद से भरा हो आसमां, लगे ऐसी कोई घड़ी है आ गई, हुआ रोशन है यूं मेरे दिल का शहर के जैसे जुगनू की. A very good evening, everyone. Today, I stand here with immense joy and pride to celebrate not just the love between two people. मंजिल कदमों की तू अब तो ही रास्ता, मैं हीर तेरी हाँ हीर तेरी तू राझड़ मेरा है रब से सोना इश्क इश्क से साझा. എല്ലാരും ഭയങ്കര കെയറിങ് ഒക്കെയാണ്. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. The radiant bride, as she steps into a future filled with love and joy. Who is a very stable character. I think he's such a peaceful person and he brings peace around him everywhere. So I'm sure Nehal is very lucky to have him as a husband. Oramekil family ide muttadu Nehal. ചേച്ചി സുന്ദരിയാ.
ഞങ്ങളുടെ പൊന്നാണ്. ഞങ്ങളുടെ മുത്താണ്. സൂപ്പറാണ്. പാവം പാവം. ഞാൻ ആദ്യം അമ്മയുടെ അടുത്താ പറഞ്ഞത്. അമ്മയുടെ അടുത്ത് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല, നീ അപ്പയോട് പോയി പറ, അപ്പൊ സമ്മതിക്കുവാണെങ്കിൽ എനിക്ക് ഓക്കെ എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ എനിക്ക് അബുവിനോട് ഒത്തിരി ഇഷ്ടമുള്ളത് കൊണ്ടാണ് അവളത് പറഞ്ഞപ്പോഴും ഞാൻ പെട്ടെന്ന് പോസിറ്റീവായിട്ട് എടുക്കാനുള്ള കാരണം. എന്നതിലാ എന്റെ ഫുൾ ഫിഗർ, എന്നതിലാ എന്റെ ഫുൾ ഫിഗർ. അമ്മ പഠിച്ചു കൊടുത്ത മാലയാണ്. ആ മാല അമ്മ എനിക്ക് തന്നു. അത് ഞാൻ എന്റെ മകൾക്ക് കൊടുക്കുന്നു. സമ്മതി ഞാൻ പറഞ്ഞു. താലി കെട്ടിയപ്പോ ഒന്നും തോന്നിയില്ല, നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു താലി കെട്ടുന്നതിന്റെ. ഓക്കേ ബൈ. മാംഗല്യം That's life. That's what all the people say. Heartbeat in the quiet, spotlight in an empty room, a song in the silence, my dreams come into view, a light in the dark, the രണ്ടുപേർക്കും ഹാപ്പി മാരീഡ് ലൈഫ്. Very, very happy to marry life. my beginning. ഒത്തിരി നാൾ കാത്തിരുന്ന ദിവസമാണിത്. വെരി ഹാപ്പി. This the place we wanna be, feeling young, wild and free. Have a good time. കഴിഞ്ഞു, ഞങ്ങള് ഫൈനലി ആഗ്രഹിച്ച മൊമെന്റ് എത്തി എന്നുള്ള സാർ. അങ്ങനെ ആ ഒരു റിലേഷൻഷിപ്പ് ആ ഫേസിനേക്കാൾ കൂടുതൽ ആ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കൂടെ ലൈഫ് അങ്ങനെയും കണ്ടിന്യൂ ചെയ്യാമല്ലോ എന്നുള്ള ആ സാധനം എനിക്ക് കൂടുതലും അബുവിനോടുള്ളത്. പിള്ളേരുടെ ഇഷ്ടമാണല്ലോ നമ്മുടെ സന്തോഷം.